അല്ല, അന്ന് അമ്മയൊരു അയ്യപ്പ വിഗ്രഹം തന്നു പറഞ്ഞല്ലോ, അതിപ്പോ എവിടെയുണ്ട്? അറിയില്ല. പിന്നെ എന്റെ ഭാര്യ വിവാഹശേഷം ഒരു അയ്യപ്പ വിഗ്രഹവുമായിട്ടാ വന്നത്. അന്നെന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ആ വിഗ്രഹവും ഇപ്പൊ എന്റെ വീട്ടിലുള്ള ആ അയ്യപ്പ വിഗ്രഹം തമ്മിൽ നല്ല സാമ്യമുണ്ട്. എല്ലാം നിമിത്തമാണ് മോനെ. പിന്നെ ഇന്ന് വിഷുവായിട്ട് കണ്ട സ്ഥിതിക്ക് ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. പലരും മോന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ മോനല്ല എന്ന് പറയുന്നു. അതിനിപ്പോ പല അവകാശികളും ഉണ്ട്. പലരുടെയും പേര് പലരും പറയുന്നുണ്ട്. അതിനി കേട്ടോണ്ട് നിൽക്കണ്ട മോനെ. എല്ലാം തുറന്നു പറയേണ്ട സമയത്ത് തുറന്നു പറയണം. അതുകൊണ്ട് മോൻ ഒരു നഷ്ടവും വരില്ല. നിങ്ങളിപ്പോ ഒരു നാടകം കളിക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിലും അമ്മയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് പറയുമ്പോ അവൾ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇനി ഒരു മറയുടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, പറയാനൊരു അവസരം വന്നാൽ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കോണം. ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അമ്മ അറിയുന്നുണ്ടല്ലോ. ഞാനല്ല അറിയുന്നത്, ദൈവങ്ങളാ. അത് ദൈവങ്ങൾ എന്നോട് പറയുന്നതാ. മോൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. ഈ ജന്മത്തില് മോൻ അനുഭവിക്കേണ്ട എല്ലാ കഷ്ടപ്പാടുകളും കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്നത്തെ അപകടത്തിൽ പോകേണ്ടിയിരുന്നത് മോന്റെ അച്ഛനല്ലായിരുന്നു, മോനായിരുന്നു. എന്നാൽ മരണസന്ധിയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ മരണം ചിലപ്പോൾ മാറി വരും. അതുകൊണ്ടാ പഴമക്കാര് പറയുന്നത് വീട്ടിൽ മൃഗങ്ങളെ വളർത്തണമെന്ന്. നമുക്ക് വരാനുള്ള ആപത്തുകൾ ചിലപ്പോ അവർക്ക് സംഭവിച്ചെന്ന് വരും. അപ്പോ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ പോലെ എന്റെ അച്ഛൻ. എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ ബലിയാടായതാ. അതേപ്പറ്റിയൊന്നും മോനോട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. പിന്നെ എന്റെ വാക്ക് വിശ്വസിക്കാം. മോന്റെ പരീക്ഷണ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നല്ലൊരു കുടുംബജീവിതം മോനുണ്ടാകും. നല്ലൊരു ഉണ്ണിക്ക് മഹാലക്ഷ്മി എന്ന മോന്റെ ഭാര്യ ഗർഭം നൽകി. വിഷു ഉള്ളി ചെന്നിട്ട് പോലും ആ കുഞ്ഞിനെ കൊല്ലാൻ പറ്റിയില്ല. അപ്പൊ ഒരുപാട് ഗുണങ്ങളുള്ള കുഞ്ഞാണ് ആ അമ്മയുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് ഓർമ്മ വേണം. ശരി അമ്മേ. നമ്മുടെ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വേണമെങ്കിൽ നമുക്ക് അനന്തു സാറിന്റെ വീട്ടിലൊന്ന് പോടാ. നോക്കാം. മാർക്കോ, നീ അകത്തേക്ക് തൊഴുതപ്പോ ഒരു അമ്മയെ കണ്ടായിരുന്നു. അമ്മയോ? ഞാൻ അവിടെ എങ്ങും കണ്ടില്ല. ആ, അതാ അമ്മയുടെ പ്രത്യേകത. സിദ്ധയായ ഒരു അമ്മയാ. ഒരുമാതിരിപ്പെട്ടവർക്കാർക്കും ആ അമ്മയെ കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നേ. അല്ല, സിദ്ധയായ അമ്മയെന്നല്ലേ സാറ് പറഞ്ഞത്? അപ്പോ മനസ്സിനകത്ത് നന്മയുള്ളവർക്ക് മാത്രമേ ആ അമ്മയെ കാണാൻ പറ്റുള്ളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നീ കാണേണ്ടതാണല്ലോ. ആ അമ്മയെ ഇവിടെ വെച്ച് കാണുമെന്ന് അറിഞ്ഞെങ്കിൽ അമ്മയ്ക്കൊരു വിഷുക്കോടി വാങ്ങായിരുന്നു. അതിന് എപ്പോ എവിടെ വെച്ച് അമ്മയെ കാണുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ, അപ്പോഴേ നിങ്ങൾക്കുള്ളത് ഞാൻ തരാം. ദാ പിടിച്ചോ. ആ, ഒരു നിമിഷേ. ഇത് രണ്ടാൾക്കുള്ള വിഷുക്കോടിയാ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാറേ. അതൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത്.
എല്ലാവർക്കും കൊടുത്തു സമ്മാനങ്ങൾ ഒരുപാട്. ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും. ആ നേരത്ത് നിങ്ങൾക്ക് രണ്ടാൾക്കും വിഷു സമ്മാനം ഡ്രസ്സിൽ ഒതുക്കേണ്ടതല്ല. പിന്നെ വില കൂടിയ സമ്മാനങ്ങൾ തന്നാ നീ ലോപ്പസും വാങ്ങിക്കത്തില്ലല്ലോ. സാറേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ സാറിനോട് ചോദിക്കും. ഞങ്ങളങ്ങനെ ചെലവ് കൂടിയ മനുഷ്യരൊന്നുമല്ല. പിന്നെ ഇടയ്ക്ക് തല്ലാനൊക്കെ പോകുന്നതുകൊണ്ട് മസിലൊക്കെ ഒന്ന് പെരുപ്പിക്കാൻ വേണ്ടി പോഷക ഗുണമുള്ള ആഹാരമൊക്കെ കഴിക്കാറുണ്ട്. അതിന് കുറച്ച് പൈസ ചെലവ് വരും, അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എത്തിച്ചേരാൻ പറയട്ടെ. ഒന്നും വേണ്ട സാറേ. ഞങ്ങൾ എവിടേക്ക് ചെന്നാലും ഞങ്ങൾക്ക് ചെലവൊന്നുമില്ല സാറേ. ആരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാറില്ല. അല്ല, അത് മറ്റൊന്നും കൊണ്ടല്ല. അവർക്കൊക്കെ അതുപോലത്തെ സേവനങ്ങളാ ഞങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ജീവൻ പോലും പണയം വെച്ചുകൊണ്ട്. ഇപ്പൊ തന്നെ സാറിന്റെ അടുത്തോട്ട് വന്നിട്ട് സാറേ ഇത്ര രൂപ വേണോന്ന് ചോദിച്ചാ സാറ് തരാതിരിക്കുവോ? ഭക്ഷണം തരാതിരിക്കുവോ? അതൊക്കെ തന്നെയാ ഞങ്ങളുടെ മെച്ചം. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നാ അവിടെ പോലും ഞങ്ങൾക്ക് സൗജന്യമുണ്ട്. കാരണം അതുപോലെയാ ഞങ്ങൾ അവർക്കും അവിടെ കിടക്കുന്ന രോഗികൾക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ആ, അപ്പോഴേ രണ്ടാളും വിഷുസദ്യ കഴിക്കാൻ വരുന്നില്ലല്ലോ? വൈകുന്നേരം വരുന്നതിനെ പറ്റി ഞാനും ഇവനോട് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു. അല്ല, പറ്റുവാണെങ്കിൽ വരാം സാറേ. പിന്നെ അനിയന്റെ ശല്യം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സാറൊന്ന് വിളിച്ചാൽ മതി. അവനിട്ട് 2 എണ്ണം പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു സാറേ. അതിനുള്ള കാരണം അവനായിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ സാറേ. ശരിടാ മാർക്കോ. അപ്പോ രണ്ടാൾക്കും ഹാപ്പി വിഷു. സെയിം ടു യു സാറേ. ശരി. ഏറിയാൽ 1 മണിക്കൂർ, അതിനുള്ളിൽ ഞാൻ തിരിച്ചെത്തും. ശരി, ഇതാക്കി. കാറിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. ബൈക്കിലാവുമ്പോൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോയാൽ ആരും എന്നെ തിരിച്ചറിയില്ലല്ലോ. ആ, അത് ശരിയാ സാറേ. പിന്നെ ഇത് നിന്റെ ബൈക്ക് ആയതുകൊണ്ട് ആർക്കും സംശയം തോന്നത്തില്ല. ഓ, ഞാനേ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് വരാം. ശരി. അതിനിടയ്ക്ക് തനിക്ക് എവിടെയെങ്കിലും ചുറ്റിയടിച്ചിട്ട് വരണമെങ്കിൽ പോയിട്ടോ. ആ, ശരി. പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ സ്പോട്ടിൽ തന്നെ ഉണ്ടാവണം. ആ, ഉണ്ടാവും. ആ ഹെൽമെറ്റ് എന്താ?
സുമേഷേട്ടാ കാർ കുറച്ച് ദൂരെ ഇട്ടാൽ മതി. ആ ശരി സാർ. ഒരുത്തിനെ കുറച്ച് സംശയമൊക്കെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ആ വീൽ ചെയറിനെടുത്തോ. ഓ കണ്ണാ സാഗറെ ആ വാതിലും കടച്ചേക്ക്. എടാ ഒരുത്തൻ സംശയിച്ച് നടക്കാണല്ലോ. വിഷുവായിട്ട് അവൻ ഇങ്ങോട്ടെങ്ങാനും കയറി വന്നു കഴിഞ്ഞാ ഇന്നത്തെ ദിവസം അലങ്കോലായി പോവുള്ളൂ. ആ അതറിയാം. അതുകൊണ്ട് ഞാൻ സുമേഷ് ഏട്ടനോട് കാർ കുറച്ച് ദൂരെ കൊണ്ടിടാൻ പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ എവിടെ പോയാലും വീൽ ചെയറിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ ആലോചിക്കും ഇതൊക്കെ എന്തിനാണെന്ന്. എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞിട്ട് മഹിയുമായി തൻ്റെ അടുത്തോടെ നിനക്ക് ജീവിച്ചൂടെ എന്നും ചിന്തിക്കാറുണ്ട്. ഞാനതിനെതിരാണ് സാറേ. മഞ്ജു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സംഭവിച്ചതൊക്കെ എൻ്റെയും മഞ്ജുവിൻ്റെയും മനസ്സിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ലക്ഷ്മി മേഡത്തെ വെറുക്കുന്ന കണ്ണേട്ടനെ അവരെല്ലാവരും ഇപ്പം സ്നേഹിക്കുന്നത്. നിങ്ങൾ രണ്ടാളും ഒന്നായി എന്നറിഞ്ഞാൽ ഏത് മാർഗത്തിലൂടെയും അവർ നിങ്ങളെ രണ്ടാളെയും നശിപ്പിക്കാൻ നോക്കും. അതുതന്നെയാ കുഞ്ഞ് ജനിക്കുന്നവരെ ഇങ്ങനെ പോട്ടെന്ന് ഞാനും കരുതി. നോക്കി സാരിയിൽ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. കണ്ണേട്ടൻ കൊടുത്ത സാരി നെക്ലസുവാ. അതൊക്കെ കൂടി ആയപ്പോ ആളങ്ങ് മാറിയില്ലേ. ഞാനതിനെ ഇയാളെ പെണ്ണ് കാണാൻ വേണ്ടി വന്നതൊന്നുമല്ല. പെണ്ണും കണ്ട് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഞാനൊരു അച്ഛനാവാൻ പോവാ. ആ സമയത്താണോ നിങ്ങൾ രണ്ടുപേരും കൂടി മഹാലക്ഷ്മി ഒരു പുതുപ്പെണ്ണിനെ പോലെ ഒരുക്കിക്കൊണ്ടുവരുന്നത്. മാർക്കോയെ കണ്ടു, ലോപ്പസിനെ. അവർക്കൊക്കെ വിഷു കൈനീട്ടം കൊടുത്തു. അതിലുപരി മറ്റൊരാൾക്കും. ഭഗവാനെ കണ്ട് കാണിക്കിട്ടപ്പോ ആ അമ്മ അരികിലേക്ക് വന്നു. ഞാനിടയ്ക്ക് കാണാറുള്ള ആ അമ്മ. ആ അമ്മ എനിക്കൊരു വെള്ളി രൂപ തന്നു. ആ വെള്ളി രൂപ പോക്കറ്റിലിട്ടപ്പോ എന്തോ ഉള്ളിലേക്കൊരു തണുപ്പ് ഇരച്ചു കയറിയതുപോലെ. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഏട്ടത്തിയും കാണുന്നുണ്ടല്ലോ ഒരമ്മ. ഇനി രണ്ടാളും കാണുന്നത് ഒരമ്മയെ തന്നെയാണോ? ആവാനാണ് സാധ്യത. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിച്ച് ആ അമ്മയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു സത്യമുണ്ട് കണ്ണാ, ആ അമ്മ നിങ്ങളുടെ പിന്നാലെയുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എനിക്കിന്ന് അപകടം ഉണ്ടായ ദിവസം അതേ അമ്മ തന്നെയാ എൻ്റെ പിറന്നാളിനന്ന് എനിക്കൊരു അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം തന്നത്. വർഷങ്ങൾക്ക് ശേഷം അതുപോലൊരു വിഗ്രഹം കൊണ്ടാ ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എല്ലാം ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നുന്നേ. അതുകൊണ്ട് തന്നെ കണ്ണേട്ടാ, പല മാർഗത്തിലൂടെയും നിങ്ങളെ രണ്ടാളെയും വേർപിരിക്കാനും കൊല്ലാനും
നിങ്ങളുടെ ചുറ്റുമുള്ളവർ ശ്രമിച്ചിട്ട് പോലും നിങ്ങൾക്കൊരാപത്ത് സംഭവിക്കാതിരുന്നത്. ഇന്ന് വിഷുവായിട്ട് അമ്പലത്തിൽ പോയപ്പോ എന്റെ അമ്മയെ കണ്ടിരുന്നു. അതിനുശേഷം ഉണ്ണിക്കൊപ്പം വന്ന അവന്റെ അമ്മയും കരുണയും കണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കാറി കയറിയപ്പോ ഞാൻ ചുറ്റിനും പരതി നോക്കിയത് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ അമ്മയാ. പക്ഷെ ഇന്ന് വിഷുവായിട്ടും എന്തുകൊണ്ടോ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതെ, ചിലപ്പോ ഞാൻ കൂടെ ഉണ്ടായിരുന്നോണ്ടായിരിക്കും എടുത്തി ദേവിയെ പോലുള്ള ആ അമ്മ ഏട്ടത്തിയുടെ മുന്നിലേക്ക് വരാതിരുന്നത്. രണ്ടിടത്തും ഒരേ സമയത്ത് വരാൻ പറ്റില്ലല്ലോ. കണ്ണേട്ടന്റെ മുന്നിൽ വന്നത് ആ അമ്മ തന്നെ ആണെങ്കിൽ ഇന്ന് ദർശനം കണ്ണേട്ടന് കൊടുക്കാമെന്ന് ആ അമ്മ കരുതി കാണും. എന്റെ അച്ഛന്റെ മരണവും എന്റെ അപകടം തൊട്ട് ആ അമ്മ എന്റെ പിന്നാലെ ഉണ്ടെന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ തന്നെ എന്റെ അരികിലേക്ക് എത്തിച്ചതും നമ്മളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചതും ഒക്കെ ആ അമ്മ തന്നെയായിരിക്കും മഹി. ഒന്ന് നോക്ക് മഞ്ജു. അയ്യോ, ഉണ്ണിയേട്ടനാ? എടാ, അവൻ പിന്തുടർന്ന് വന്നാന്ന് തോന്നുന്നു കണ്ണ. നീ അകത്ത് പോ. കണ്ണേട്ടാ, കണ്ണേട്ടൻ വാ. ആ വീൽ ചെയർ എടുത്തോ. പതുക്കെ പോ. തുറക്കാനെന്തേട്ടാ? തുറക്ക്. നീ എന്താടാ ഇവിടെ? ഇതെന്റെ ഏട്ടത്തിയമ്മ താമസിക്കുന്ന വീടല്ലേ, അപ്പൊ വിഷുവായിട്ട് ഇവിടെ ഒന്ന് വരാന്ന് കരുതി. ആഹാ, വിഷുവായിട്ട് എല്ലാരും എത്തിയോ? എന്നിട്ട് അവരവിടെ എന്റെ ഏട്ടത്തി. അതെന്തിനാ നീ അറിയുന്നേ? നിനക്ക് മഹി ആരുമല്ലല്ലോ. ആരും അല്ലായിരുന്നു. എന്നാൽ എന്തോ ഇന്ന് രാവിലെ വിഷുവായിട്ട് എഴുന്നേറ്റപ്പോ ആരോ വന്ന് എന്നോട് പറയും പോലെ തോന്നി, എടാ ഉണ്ണി, നീ നിന്റെ ഏട്ടത്തിയമ്മയെ പോയി കണ്ട് അവരുടെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങണമെന്ന്. ഒന്ന് വിളിക്കോ എന്റെ ഏട്ടത്തിയെ? ഏട്ടത്തിക്ക് ഇയാളെ കാണാൻ ഒരു താല്പര്യവും ഇല്ല, പിന്നെ എന്തിനാ വിളിക്കുന്നേ? ഞാൻ ഇന്നിന്റെ ഏട്ടത്തിയെ കാണാതെ പോവില്ല. അവരിവിടെ ഇല്ലാന്നൊന്നും പറയണ്ട, ഇവിടെ ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാ. നിന്നോട് കള്ളം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. മഹി ഇവിടെ ഉണ്ട്. എന്നാലൊന്ന് വിളിച്ചൂടെ? ഞാൻ ഏട്ടത്തി ഒന്ന് കാണട്ടെ. കണ്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു വെള്ളി രൂപ വാങ്ങിച്ചിട്ട് പൊയ്ക്കോളാം. നീ വിഷുവായിട്ട് തുനിഞ്ഞിറങ്ങിയതാണെന്ന് തോന്നുന്നല്ലോ. അതുകൊണ്ട് നിനക്കെന്താ? നീ മിണ്ടരുത്.
അന്യന്റെ ഭാര്യയെ തട്ടിയെടുത്തോണ്ട് പോയ നേരും നെറിയില്ല തുരുത്തനാ നീ. പിന്നെ നേരും നെറിയുള്ളത് ഇയാൾക്കാണോ? അതോ ഇപ്പൊ കോമയിൽ കിടക്കുന്ന അവനോ, ആ മേഘന്? എനിക്കിത്തരം വില കുറഞ്ഞ സംസാരങ്ങൾക്ക് മറുപടി പറയാൻ വയ്യ. എനിക്ക് ഏട്ടത്തെ ഒന്ന് കാണണം, എന്നിട്ട് വന്ന കാര്യം സാധിച്ചിട്ട് പോണം. പ്ലീസ് ഒന്ന് വിളിക്കാം. ലേക്കേ ഞാൻ വന്നതേ ദുരുദ്ദേശത്തോടൊന്നും അല്ല. ഇതെന്താ എല്ലാവർക്കും ടെൻഷൻ പോലെ? ഞങ്ങൾക്ക് എന്ത് ടെൻഷൻ? വിഷുവായിട്ട് വിഷം ഉള്ളിൽ വെച്ച് നടക്കുന്നവനെ കാണരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോ അത് നടക്കാതെ പോയതിൽ നേരിയ സങ്കടമുണ്ട്. കണ്ണേട്ടാ, നമ്മൾ സംശയിച്ചത് ശരി തന്നെയാ. അവൻ എന്തോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മഹിയൊന്ന് കാണുമെന്ന് പറയുന്നേ. പിടിക്കപ്പെട്ടെന്ന് കരുതാം. കണ്ണേട്ടൻ അങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. വാലേക്കേ. ജോലി പോയതിനു ശേഷം ഇങ്ങനെ അലഞ്ഞു തിരിയുവാ, എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ വെച്ചോണ്ട്. നിന്റെ ജോലി എനിക്ക് തരാമെന്ന് ലക്ഷ്മി മാഡം പറഞ്ഞതാ. എന്നിട്ട് പിന്നെ തോമസ് സാറിന്റെ വിട്ടുവരാൻ വയ്യാത്തോണ്ടാ ഞാൻ അതിന് തയ്യാറാവാത്തത്. നീ എന്തിനാണ് ഈ നാട്ടിൽ കാലുകുത്തിയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വന്നതുകൊണ്ടാണോ അകത്തേറെ ഒളിച്ചിരുന്നത്? നിന്നെ ഒളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇവൻ പറയുമായിരുന്നു എന്റെ ജോലി ഇവന് നിങ്ങൾ വാഗ്ദാനം ചെയ്തു എന്ന്. അതിന് കാരണമുണ്ടല്ലോ. ഇവൻ ആദ്യമായിട്ട് ഈ നാട്ടിൽ വരുന്നത് നിങ്ങളെ പ്രേമിച്ച് വശത്താക്കാൻ വേണ്ടിട്ടാ. മേഘേട്ടനാ ഇവൻ അതിനെ ചുമതലപ്പെടുത്തിയത്. ആ, ഇവളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു, അത് പോയി. കളഞ്ഞത് എന്റെ അമ്മയാണെന്നൊക്കെയാ പറഞ്ഞത്. ആ വിഷമം തീർക്കാൻ ഇനി ഏട്ടത്തിക്ക് ഒരു കുഞ്ഞുണ്ടായിക്കോട്ടെ എന്ന് ഇവൻ കരുതിയോ? അതിന്റെ സമ്മാനമായിട്ടാണോ ഇവന് ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തത്? നിർത്തടാ. ഇനി ആ രീതിയിലൊക്കെ സംസാരിച്ചാല് വിഷുവായിട്ട് എന്റെ കൈയുടെ ചൂട് നീ അറിയും. നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. നിങ്ങളെ മൊത്തത്തിൽ അറിഞ്ഞിട്ടാ ഞാൻ നിൽക്കുന്നത്. കുറച്ച് ദിവസമായി എന്റെ ഈ യാത്ര തുടങ്ങിയിട്ട്. എന്റെ ഉള്ളിൽ ചില സംശയങ്ങൾ കടന്നുകൂടിയപ്പോ വീട്ടിലൊരുത്തിയുണ്ട്, നിങ്ങളെ രണ്ടാനച്ഛന്റെ മോള്. അവളും സ്വന്തം അമ്മയും പോലും എന്നെ ബുദ്ധിയില്ലാത്തവരെന്ന് പറഞ്ഞു, തലച്ചോറ് വികസിക്കാത്തവനാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇയാൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ കണ്ണേട്ടിനെ ഏട്ടത്തെയൊക്കെ ദൈവങ്ങളെ പോലെ സ്നേഹിച്ചേനെ. അതുപോലെ തന്നെ ഇപ്പൊ സാഗരേട്ടിനെ ഏട്ടത്തെയും ചേർത്ത് ചില കഥകൾ പറഞ്ഞുണ്ടാക്കിയല്ലോ, അതൊന്നും തന്റെ നാവില് വരത്തില്ലായിരുന്നു. ഇവരുണ്ടല്ലോ ഓടിച്ച കള്ളിയാ, നല്ല നയമുള്ളൊരു കള്ളി. ഞാനും കണ്ണേട്ടും കൂടെ പെണ്ണ് കാണാൻ ഇവരുടെ വീട്ടിൽ ചെന്ന ശേഷം പിന്നെ സൈലന്റ് ആയിട്ടായിരുന്നു ഇവരുടെ ഓരോ നീക്കവും. വീൽ ചെയറിലിരിക്കുന്ന കണ്ണേട്ടന് സ്വന്തം പരിമിതികൾ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ ബന്ധം വേണ്ടെന്ന് പോലും കണ്ണേട്ടൻ പറഞ്ഞതാ.
അത് പറയാനായിട്ട് ഇവരുടെ വീട്ടിൽ പോയതാ. ആ സമയത്ത് എല്ലാരെയും അത്ഭുതപ്പെടുത്തിയിട്ടാ ഇവര് പറഞ്ഞത് കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ സാരമില്ല, ഇവർക്ക് കണ്ണേട്ടനെ മതിയെന്ന്. അപ്പൊ തന്നെ കിട്ടി പാരിതോഷികം. 101 പവനാ അതിന് കണ്ണേട്ടൻ കൊണ്ട് കൊടുത്തത്. ആ 101 പവനും ഇപ്പൊ ലോക്കറിലുണ്ട്. കണ്ണേട്ടൻ തന്ന സ്വർണത്തിന്റെ ഒരു അംശം പോലും ഞാൻ എന്റെ ആവശ്യങ്ങൾക്കായിട്ട് എടുത്തിട്ടേ ഇല്ല. ആ ഇനി എടുക്കാലോ. സ്വർണം മാത്രല്ലല്ലോ, സ്വത്തിന്റെ പകുതിയും കിട്ടിയില്ലേ? കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈനിങ് അതോറിറ്റി ഒക്കെ നിങ്ങൾക്കാണെന്നാ കണ്ണേട്ടൻ പറയുന്നത്. ഞാൻ ഫൈനാൻസിയസിൽ പോയപ്പോ പോലും എനിക്കവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. നീ ഇപ്പൊ പറഞ്ഞല്ലോ മഹി കള്ളിയാണെന്ന്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നീയൊരു കാട്ടുകളനാ. അതുകൊണ്ടാ നിന്നെ ഫിനാൻസിയേഴ്സിൽ നിന്നും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നൊക്കെ മഹി പുറത്താക്കിയത്. പുറത്താക്കിയാലെന്താ? ഇപ്പൊ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങില്ലേ? അത് ഇവൻ മാത്രമല്ല, ഇവന്റെ അമ്മാവനും കോമയിൽ കിടക്കുന്ന മേഘനും ഒക്കെ കിട്ടുന്നുണ്ട് മാസാമാസം അവിടെ നിന്ന് കിട്ടാനുള്ളത്. അങ്ങനെ കിട്ടിയാലുവേ കമ്പനിക്ക് ലാഭമാ ലേഖേച്ചി. ഈ 3 എണ്ണം പാടി ഇറങ്ങി പോയതോടെ കമ്പനി നന്നായിട്ടാ പോകുന്നേ. ഇവർക്ക് 3 പേർക്കും ശമ്പളം കൊടുത്താലും കമ്പനി ലാഭത്തില്ല. ആ കമ്പനി നിലനിർത്താനായിട്ടെ ഞാനും അമ്മാവനും മേക്കേണ്ടൊക്കെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അങ്ങനെ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നീയും നിന്റെ അമ്മാവനും മേഘനും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക് എന്താ പ്രയോജനം? 3 ആളും പിശുക്കന്മാരാ. ഇയാളാ പിശുക്കന്റെ രാജാവ്. ഇന്ന് വരെ വീട്ടിലേക്കെന്നും പറഞ്ഞു ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ചെലവ് കൂടിയെന്നും ഭാര്യ ഉണ്ടെന്നും പറയാം. അതിന് മുമ്പ് പോലും ദേ എന്റെ അനിയത്തിക്കൊരു ഡ്രസ് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. അമ്മയ്ക്ക് പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എല്ലാം കണ്ണിട്ടൻ തന്നെയാ ചെയ്തോണ്ടിരുന്നത്. അതിനെന്താ, ഇപ്പൊ നിനക്ക് നിന്റെ ഭർത്താവിനും ഡ്രസ്സും ജോലിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ദേ ഈ ഡ്രസ്സ് പോലും കണ്ണേട്ടന്റെ സംഭാവന ആയിരിക്കുമല്ലോ. കണ്ണേട്ടന്റെ സംഭാവനയോ? അതിന് കണ്ണേട്ടനും ഞാനും തമ്മിൽ ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. അതെ, ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. നിങ്ങൾ എല്ലാവരും പരിശുദ്ധരാ. കണ്ണേട്ട ഈ വീട്ടിലോട്ട് വരാറുമില്ല. എല്ലാം എന്റെ തോന്നല. ബുദ്ധിവികാസം ഇല്ലാത്ത ഞാൻ കണ്ട പാഴ്ക്കിനാവുകളാ ഇവിടെ നിന്ന് പുലമ്പുന്നത്. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? അയാളെ, അകത്തിരിക്കുന്ന അയാളെ. കണ്ണേട്ടനെ. കണ്ണേട്ടൻ ഇവിടെ ഉണ്ട്. അങ്ങേരെ എനിക്കൊന്ന് കാണണം. കണ്ണേട്ടൻ ഇവിടെ ഇല്ല. ഇതുവരെ നിങ്ങളെ ഞാൻ ലേഖേച്ചെന്നാ വിളിച്ചത്. ഇനി ലേഖയെന്നും ഇയാളെ അനന്തൂന്ന് മാത്രമേ ഞാൻ വിളിക്കൂ. കാരണം അതിനുള്ള യോഗ്യത നിങ്ങൾക്കൊക്കെ ഉള്ളൂ. നിന്റെ യോഗ്യത സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. തല്ലുകൊള്ളാതെ ഇറങ്ങി പൊക്കോളണം. കണ്ണൻ നിന്റെ ദേഹത്ത് ഇതുവരെ കൈവച്ചിട്ടില്ല. പക്ഷേ കണ്ണനോട് നീ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ഓർത്ത് കൈ തരിച്ച് നിൽക്കാൻ ഞാൻ. ഇടികൊള്ളാതെ ഇറങ്ങി പോടാ. ഇയാളെന്നെ ഇടിച്ചാലും എന്നെ കൊന്നാലും വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ പോവും. അകത്തിരിക്കുന്ന എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ആളെ എനിക്കൊന്ന് കാണണം. ഇവിടെ കണ്ണൻ സാറില്ലെന്ന് പറഞ്ഞില്ലേ? മിണ്ടാരിടാ. നിന്നോടാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാളുടെ സംസാരത്തിനുള്ള മറുപടിയാ സാഗരേട്ടൻ തന്നത്. മേഘേട്ടൻ വില കൊടുത്തു കൊണ്ടുവന്നവൻ അതിലും വലിയ വില കൊടുത്തു മേഘേട്ടന്. അവൻ വേറെ കല്യാണം കഴിച്ചതിലും വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതിലും നിനക്ക് സങ്കടമൊന്നുമില്ല അല്ലേ? ഞാൻ സാഗരേട്ടന് വിവാഹം കഴിച്ച് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നതാ നിന്റെ പ്രശ്നം അല്ലേ? ഇപ്പൊ നീ ലേഖേച്ചി അനന്തുവേട്ടനെ എല്ലാം പേരെടുത്ത് വിളിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ നിന്നെ 100 തവണ പേരെടുത്ത് തന്നെ ഞാനും വിളിക്കണം. കാരണം നിന്റെ എല്ലാ പ്രവർത്തികളും ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നവളാ ഞാൻ.
വെറും സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രം ജീവിക്കാതെ നിനക്ക് പോയി തൂങ്ങി ചത്തൂടേടാ. നിർത്തടി. ഒരു സമയത്ത് ഇവളെ കല്യാണം കഴിച്ചോണ്ട് ഏട്ടൻ വീട്ടിലേക്ക് വന്ന സമയത്ത് നീയും ആഗ്രഹിച്ചതാ ഇവരെ രണ്ടാളെയും തമ്മിൽ വേർപിരിക്കണമെന്ന്. അന്ന് ഞങ്ങൾക്കൊപ്പം നീയും ഉറച്ചു നിന്നതാ. അങ്ങനെയുള്ള നീ ഇപ്പോ പുണ്യാളത്തി ആവാനൊന്നും ശ്രമിക്കണ്ട. അങ്ങനൊരു തെറ്റ് എനിക്ക് പറ്റിപ്പോയി. അത് ഞാൻ ഇപ്പൊ അങ്ങ് തിരുത്തി. ഓ, നീയും നിന്റെ അമ്മയും പിന്നെ പിശാചിനെ പോലെ ഒരുത്തി ഉണ്ടല്ലോ, നിന്റെ ഭാര്യ. അവളും സ്വഭാവം മാറ്റാത്തതാ നിന്റെയൊക്കെ നാശത്തിന് കാരണം. ഒന്നിച്ചു നിന്ന് എല്ലാരും കൂടെ ആക്രമിക്കുന്നതല്ലേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയില്ല. ഞാൻ വന്നതേ അയാളെ കാണാനാ, അകത്തിരിക്കുന്ന ആളെ. ഇവിടെ കണ്ണില്ലാന്ന് പറഞ്ഞില്ലടാ, മര്യാദക്ക് പോന്നോടാ. അനന്തുവേ, അഡ്വക്കേറ്റ് അനന്തുവേ, വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അത് അങ്ങേരെ ചികിത്സിച്ച ഡോക്ടർമാർ നേരത്തെ വിധി എഴുതിയതാ. പിന്നെ എങ്ങനെയാ ഇവളുടെ വയറ്റിലൊരു കുഞ്ഞു കുരുത്തത്? പറ, എങ്ങനെയാ കുഞ്ഞുണ്ടായെന്ന്? അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യമില്ലെങ്കിലേ ഞങ്ങൾ ചിലത് ഊഹിച്ചെടുത്തിട്ടുണ്ട്. അത് പറയുമ്പോ നോവരുത്. ഇവന്റെ കുഞ്ഞിനെക്കാളും ഇവളുടെ വയറ്റിൽ കിടക്കുന്നത് ഇങ്ങനെ കുഞ്ഞാവാനാണ് സാധ്യത. എന്താ പറഞ്ഞേ? വേണ്ട, തടയണ്ട. ഇയാളെന്നെ തല്ലുന്നെങ്കിൽ തല്ലട്ടെ. ഇവർക്കൊരു കുഞ്ഞില്ലാത്തതിന്റെ വേദന ഒരുപാടായിരുന്നു. അതിനുള്ള പരിഹാര നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. നിങ്ങളുടെ അറിവോടെ സംഭവിച്ചാണോ ഇത്? ഇയാളും ഇവളും തെറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടുന്നതാണോ? എനിക്കറിയാം ഇയാളും അകത്തിരിക്കുന്ന ആളും തമ്മിലുള്ള ആത്മബന്ധം. അനിയനായ എന്നെക്കാളും അയാൾക്ക് ഇഷ്ടം ഇയാളോടാ. സ്വന്തം കൂടപ്പുറപ്പുകളെക്കാളും ഇഷ്ട. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളിന്റെ കുഞ്ഞ് ഇവരുടെ വയറ്റിൽ വന്ന കുഴപ്പമില്ലെന്ന് അയാൾ കരുതിയോ? അതുകൊണ്ടാ ചോദിക്കുന്നത്, ഇയാളുടെ കുഞ്ഞാണോ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് പറയാൻ. ഇയാളുടെ കുഞ്ഞാണോന്ന്? ഇയാളാണോ കുഞ്ഞിന്റെ അച്ഛനെന്ന്? അല്ലടാ. കൊള്ളാം. വേണ്ടാത്ത വർത്തമാനങ്ങൾ എല്ലാവരും കേട്ടു. കേട്ട് കേട്ട് മടുത്തു. സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ മറ്റുള്ളവരാണെന്ന് പറയുമ്പോ അത് കേട്ട് നിൽക്കേണ്ടി വരുന്ന കുഞ്ഞിന്റെ അച്ഛന്റെ ഗതികേടുണ്ടല്ലോ, അത് പറഞ്ഞാൽ തീരില്ല. നിനക്കെന്താ അറിയേണ്ടത്? ഇയാളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നല്ലേ? അത് ഞാനാടാ. എന്റെ ചോരയാടാ മഹിയുടെ
മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി ഇയാള് കള്ളം പറയുക. ഇയാൾക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലടാ. ഇനി ആര് ചോദിച്ചാലും ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയൂടാ, ഈ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന്, ഈ കണ്ണനാണെന്ന്. നിങ്ങളും ഇവരും തമ്മിൽ ഒരകൽച്ചയില്ലാന്ന് ഞാൻ മനസ്സിലാക്കിയതാ. അതുകൊണ്ടാ നിങ്ങളെ പിന്തുടർന്നത്. ഇന്ന് ഈ വിഷുവായിട്ട് നിങ്ങൾ ഇവിടെ വരുമെന്നും ഇവിടെ നടക്കുന്ന എല്ലാ ആഘോഷങ്ങൾക്ക് പങ്കുകൊള്ളുമെന്നും എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഈ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നത്. ഞാൻ ചിന്തിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇപ്പൊ താൻ പറഞ്ഞില്ലേ, അത് 100% കള്ള. ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഒരിക്കലും നിങ്ങളല്ല. അതിനൊരു അവകാശമുണ്ട്. കുഞ്ഞ് ജനിച്ചാലും ആ അവകാശം മുന്നിൽ വരില്ല. പക്ഷേ കുഞ്ഞിനെ കൊണ്ട് നിങ്ങളെ അച്ഛാന്ന് വിളിപ്പിക്കും. സമ്പത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന, നിങ്ങളുടെ കഴുത്തറക്കുന്ന ഇവര്. ഞാൻ ചെയ്യേണ്ടതാ ഇയാളിപ്പോ ചെയ്തത്. കൂട്ട തല്ലി കിട്ടണമെങ്കിൽ ഇറങ്ങി പോടാ. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ. ഇറങ്ങി പോടാ. ഇറങ്ങി പോടാ. പോടാ, ഇറങ്ങി പോവാൻ. പോ. ഇനി മതി. അവന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ഇത്രയും ദിവസം ഓരോരുത്തരുടെയും പേര് ചേർത്ത് എന്റെ ഭാര്യയെ മോശപ്പെട്ട സ്ത്രീയായിട്ട് നീയൊക്കെ ചിത്രീകരിക്കുമ്പോ നീറുമായിരുന്നടാ. ഇന്നത്തോടെ ആ നീറ്റിൽ തീർന്നു. ഇനി പൊക്കോ നീ. ഈ കേട്ടതൊക്കെ ഒരുപാട് പേരോട് പറയാൻ കാണുമല്ലോ. പോയി പറ. പോയിക്കോ അവിടുന്ന്. പോടാ. സ്വന്തം കൂടപ്പിറപ്പുകളെയും രണ്ടാനമ്മയൊക്കെ സ്നേഹിച്ചു പോയതുകൊണ്ട് ഇയാളുടെ വയറ്റിലുള്ള കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന് പറയാൻ പോലും പറ്റാത്തതിന്റെ ഒരു വീർപ്പൂട്ടൽ എനിക്കുണ്ടായിരുന്നു. ആ വിഷമം എത്രയാണെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനിയെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുമല്ലോ. എന്നാലും ചോദ്യങ്ങൾ ഉണ്ടാവും കണ്ണേട്ടാ. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന കണ്ണേട്ടന് എങ്ങനെ കുട്ടികൾ ഉണ്ടായെന്ന് അവർ ചോദിച്ചോണ്ടേയിരിക്കും. ചോദിക്കുന്നവർ ചോദിക്കട്ടെ. അതിന് വ്യക്തമായ മറുപടി എന്റെ കയ്യിലുണ്ട്. എന്തായടാ മോനെ, വിഷുവായിട്ട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളല്ലല്ലോ പറയാൻ പോകുന്നത്.
ഏതാണ്ട് നമ്മളെല്ലാം അറിഞ്ഞല്ലേ അമ്മവാ. പിന്നെ ഇനി വിഷുവായിട്ട് വേദനിച്ചേ പറ്റൂ. കൈയോടെ പിടിച്ചു. അയാൾ സമ്മതിക്കുകയും ചെയ്തു. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണെന്ന്. അതെങ്ങനെ ശരിയാവൂടാ? അവരിപ്പോ നടന്നു തുടങ്ങിയോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചെല്ലുമ്പോ അയാൾ അകത്തിരിക്കായിരുന്നു. അയാൾ അവിടെ ഉള്ളതുകൊണ്ട് കണ്ടേ മടങ്ങുന്നു ഞാൻ വാശി പിടിച്ചപ്പോ അയാൾ വന്നു. പക്ഷേ വന്നത് വീൽ ചെയറില. അതുകൊണ്ട് നടന്നു തുടങ്ങിയെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ തോമസ് വൈദ്യന്റെ ചികിത്സയിലൂടെ അയാൾ എന്തെങ്കിലും ജാലവിദ്യ കാണിച്ചു കാണുമോ? മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ വേർപിരിഞ്ഞോ ഇല്ലയോ, അത് മാത്രമായിരുന്നു എനിക്കറിയേണ്ടത്. ഇനിയിപ്പോ ആ കുഞ്ഞ് എങ്ങനെ ഉണ്ടായെന്നതിനെ പറ്റി ഒരു അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല അമ്മവ. ആ കുഞ്ഞ് എങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിലും ശരി, അതിന്റെ അവകാശം അയാൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കണ്ണന് തലച്ചോറുണ്ടെന്നറിയാം. എന്നാലും അത് ഇത്രത്തോളം ഉണ്ടാവുമെന്ന് കരുതിയില്ല. അവൻ 10 തലയുള്ള രാവണനല്ലേടാ. അതെ, പക്ഷെ രാവണന് ചില നേരത്തെ നേരുന്നെറിയുണ്ടായിരുന്നു. എന്നാൽ ഇവനതില്ല. അവന്റെ പച്ച മാംസത്തിൽ കത്തി കയറ്റുകയാണ് വേണ്ടത്. ഇനി അതല്ലാതെ രക്ഷയില്ലടാ മോനെ.